പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസങ്ങളിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഞാനൊരു അപരിചിതനായ ഒരു വ്യക്തിയായിട്ടല്ല. പ്രിയ ദിവാസൻ പറഞ്ഞിരിക്കുന്നത് പോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച, ശനിയാഴ്ചയൊക്കെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് ചേർന്ന് ഭവനത്തിൽ നടന്ന ശുശ്രൂഷയിലേക്ക് സംബന്ധിക്കുവാനും ശുശ്രൂഷിക്കുവാനൊക്കെ ദൈവം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ദൈവം സഹായിച്ചു. സ്തോത്രം. അതുകൊണ്ട് വീണ്ടും ഒരു പരിചയം നൽകേണ്ടത് യാതൊരു ആവശ്യകതയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ തന്നെ ഈ സഭയിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ വിക്ടർ ജോർജ് പാസ്റ്റർ അങ്കിള്, തൻ്റെ കുടുംബം, പ്രിയ അമ്മാമ, മറ്റെല്ലാ പ്രിയപ്പെട്ടവരും, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. ഞങ്ങൾക്ക് ഓർക്കുവാനും അയവർക്കുവാനൊക്കെയുള്ള നല്ല നിമിഷങ്ങൾ, നിങ്ങളോട് ചേർന്നായിരിക്കുന്ന നിമിഷങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ഈ സഭയെ ദൈവം അനുഗ്രഹിക്കും, ദൈവം സഭയെ വർദ്ധിപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ പ്രിയ ജോണച്ചാന, അതുപോലെ അമ്മാമ, അവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ഇവിടെ കുറച്ച് ദിവസങ്ങൾ ഒരുമിച്ച് താമസിക്കാനൊക്കെ നല്ല അനുഭവങ്ങൾ ലഭിച്ചു. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ജെയ്സൺ ഞങ്ങളോട് കൂടെ ഉദീപ്പൂർ ചില ദിവസങ്ങളുണ്ടായിരുന്നു. ആ ഒരു ഓർമ്മയിൽ ഞങ്ങൾക്കും ഒരുമിച്ച് ഇവിടെ ആയിരിക്കുവാൻ ലഭിച്ചിരിക്കുന്ന നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്നേഹമുള്ള, വാത്സല്യമുള്ള നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ നല്ല മുഖങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്നേഹമാണ് ഏറ്റവും വലുത്. സ്തോത്രം. അതുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെ അധീനയിൽ നിന്നുകൊണ്ട് നമുക്ക് ഓരോ ദിവസം മുന്നേറാം. ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന, ദൈവം നമ്മെ നടത്തുന്ന അനുഭവങ്ങൾ കൂടെ നമുക്ക് ഓരോ ദിവസം മുന്നേറാം. ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. എൻ്റെ മുന്നിൽ ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ഞാൻ ഇരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നതുകൊണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവദിനം ശുശ്രൂഷിച്ചത് ആയിരിക്കുന്നതുകൊണ്ടും, ദൈവത്തിൻ്റെ ആ ചെറിയ നിമിഷത്തിനുള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയ ചില ചിന്തകൾ ഒരുമിച്ച് ഷെയർ ചെയ്യുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിനായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. തന്നെത്താൻ താഴ്ത്തി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. തുടർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽക്കാലം നാം പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുകയാണെങ്കിൽ ദൈവത്തിന് ആത്മാ നമ്മൾ സംസാരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവശബ്ദമാണ് നമ്മെ ബലപ്പെടുത്തുന്നത്, ദൈവശബ്ദമാണ് നമ്മെ നടത്തുന്നത്, ദൈവശബ്ദമാണ് നമ്മെ ഒരു ലക്ഷ്യത്തിലേക്ക് നടത്തുവാനിടയായി തീരുന്നത്. സ്തോത്രം. ഇന്ന് വരെ സ്വർഗം നമ്മെ കൊണ്ടുവന്നെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിലും ദൈവം നമ്മെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എൻ്റെ ചിന്തകൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയ ചില ചിന്തകളാണ് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് 3 തലങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. 1, പിതാവായ ദൈവത്തിൻ്റെ ദർശനം. 2, പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ദൗത്യം. 3, ദൈവം അവന് നൽകിയിരിക്കുന്ന പ്രതിഫലം. സ്തോത്രം. 1, ദൈവത്തിൻ്റെ ദർശനം. 2, ദൈവം നൽകി, അവൻ എന്ന് പറയുക കർത്താവ് യേശുക്രിസ്തു ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം. 3, പിതാവ് നൽകിയിരിക്കുന്ന പ്രതിഫലം, അനുഗ്രഹം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നിരിക്കുന്നതിൻ്റെ
ആ പ്രസിദ്ധമേറിയ നിമിഷത്തിൻ്റെ ആ ഒരു അനുഭവം ആ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയാണ്. ആ വായിച്ച വാക്യത്തിൽ സ്പഷ്ടമായി അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് വ്യക്തമായി എഴുതിയിരിക്കുന്നു എന്തിനാണ് യേശു ഭൂമിയിൽ വന്നിരിക്കുന്നത്, ഏത് ദൗത്യം എടുത്തുകൊണ്ട് ഏത് കാര്യം ചെയ്യുവാൻ, ഏത് ലക്ഷ്യം ചെയ്ത് അത് പൂർത്തീകരിക്കുവാൻ വേണ്ടി പിതാവായ ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചോ, അതിൻ്റെ പൂർത്തീകരണം അവസാനത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ താൻ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത ഒരു യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയാണ്. സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ് ദർശനവും ദൗത്യവും ആയിരിക്കുന്നത്. ഒരു നാണയത്തിൻ്റെ ഇരു സൈഡ് എങ്ങനെ ആയിരിക്കുന്നോ അതുപോലെയാണ് ദർശനവും ദൗത്യവും നാം കാണുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്നതാണ് ദർശനം. പിതാവായ ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്നതാണ് എന്തെന്ന് പറയുന്നത് ദർശനം. സ്തോത്രം. ആ ദൈവഹിതം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുന്നതാണ് ദൗത്യം എന്ന് പറയുന്നത്. സ്തോത്രം. ആ ദൈവത്തിൻ്റെ ഹിതം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ദൗത്യം എന്ന് പറയുന്നത്. ദർശനം ദൈവത്തിൻ്റെ കാഴ്ചപ്പാടാണെങ്കിൽ ദൗത്യം ദൈവത്തിൻ്റെ നിയോഗമാണ്, പ്രതിഫലം ദൈവം നൽകുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒരു ദൗത്യം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായൊരു വിഷയമല്ല. ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. അതിൻ്റെ പിന്നിൽ ചില വില കൊടുക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. എന്നാൽ ആ വിഷയത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, ഈ ഭൂമിയിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതും ഈ ഭൂമിയിൽ കാണുന്ന സകല വസ്തുക്കളെയും ദൈവം നിർമ്മിച്ച് സൃഷ്ടിച്ച് അതിൻ്റെതായ ലക്ഷ്യത്തോട് അതിൻ്റെതായ ദൗത്യത്തോടു കൂടിയാണ് ദൈവം ഓരോ വസ്തുക്കളെയും ഈ ഭൂമിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ മനുഷ്യനെയും ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി കൂടെ ചെയ്തെടുക്കുവാൻ വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ ആ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന്, ആ ദൈവത്തിൻ്റെ ദർശനത്തിൽ നിന്ന് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് മാറിപ്പോയോ, ആ മാറിപ്പോയ ദൈവത്തിനെ, ആ ജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ദൈവം അയച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് യേശു ക്രിസ്തു എന്ന് കാണുവാൻ കഴിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ യേശു ചെയ്ത ആ ദൗത്യം എന്ന് പറയുന്ന അവൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ടാണ്. ക്രൂശിലെ മരണത്തോളം ആ വെല്ലുവിളി അവൻ ഏറ്റെടുത്ത്, ആ വെല്ലുവിളി അവൻ സ്വയം സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും കഠിനമേറിയ ആ ഒരു ദൗത്യത്തെ ചെയ്തെടുക്കുവാൻ തൻ്റെ തോളിൽ വഹിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയാണ്. സ്തോത്രം. ഒരു പക്ഷേ യേശു തൻ്റെ പ്രാർത്ഥനയുടെ അവസാന നിമിഷത്തിൽ പറയുന്നുണ്ട്, ദൈവമേ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നിന്ന് മാറ്റണമേ. സ്തോത്രം. ഒരു പക്ഷേ ആ കാഠിന്യത്തിൻ്റെ ആ വലിപ്പം എത്രയെന്ന് അവൻ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ ഒരുപക്ഷെ അറിയാതെ ഉള്ളിൽ നിന്നുകൊണ്ട് അവൻ പറയാണ്, കർത്താവേ പിതാവേ ഈ പാനപാത്രം നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറണമെന്ന് പ്രാർത്ഥിക്കുന്ന, സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു യേശുവിനെ അവിടെ കാണുവാൻ കഴിയാണ്. സ്തോത്രം. ഒരുപക്ഷെ ചില ദൗത്യങ്ങൾ ദൈവം നമുക്ക് നൽകും. സ്തോത്രം. ചില ദൗത്യങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിക്കുമ്പോൾ, ചില ദർശനം ദൈവം നമുക്ക് നൽകുമ്പോൾ അതിൻ്റെ പിന്നിൽ ചില ഹല്ലേലൂയ കാഠിന്യവും അതിൻ്റെ പിന്നിൽ ചില ഭാരിച്ചമായ അനുഭവങ്ങളും കാണുവാൻ കഴിയാണ്. സ്തോത്രം. എപ്പോൾ ദൗത്യം നാം ഏറ്റെടുക്കുമോ അതിൻ്റെ പിന്നിൽ ചില വില കൊടുക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഒരുപക്ഷെ ദൗത്യം നമ്മൾ എടുക്കുമ്പോൾ നാം ചിന്തിക്കുന്ന ദൗത്യം നിസ്സാരമെന്ന് നാം ഒരിക്കലും ചിന്തിക്കില്ല. പിന്നെയോ അതിൻ്റെ പിന്നിൽ നാം ചില വില കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കത് സക്സസിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഓരോ വ്യക്തികളെ കുറിച്ചും ദൈവത്തിന് ചില ദൗത്യമുണ്ട്. ഓരോ വ്യക്തികളെ മേൽ ദൈവം ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. സ്തോത്രം. ഒരുപക്ഷെ പ്രാർത്ഥിക്കാനായിരിക്കാം, ഒരുപക്ഷെ ഉപവസിക്കാനായിരിക്കാം, ഒരുപക്ഷെ ഇടവിൽ നിൽക്കുവാൻ വേണ്ടിയായിരിക്കാം, ഒരുപക്ഷെ ഹെൽപ്പ് ചെയ്യുവാൻ വേണ്ടിയായിരിക്കാം, ഒരുപക്ഷെ സഭ നടത്തുവാൻ വേണ്ടിയായിരിക്കാം, ഒരുപക്ഷെ ഉപദേശം, ചിലർക്ക് ആലോചന പറഞ്ഞു കൊടുക്കുവാൻ, ആലോചന നൽകുവാൻ വേണ്ടിയായിരിക്കാം ദൈവം ചില ദൗത്യം, ചില ദർശനം, ചില കാഴ്ചപ്പാട് സ്വർഗം നൽകുന്നത്. എന്നാൽ അതിൻ്റെ പിന്നിൽ ചില വില കൊടുത്തെങ്കിൽ മാത്രമേ അത് വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഒരു പക്ഷെ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത് അതൊരു നിസ്സാരമായ ഒരു കാര്യമല്ല. ഹല്ലേലൂയ. നാം ചിന്തിക്കുന്നതിലും
അതിന് അപ്പുറം എത്രയോ ഭയാനകമായിരിക്കുന്ന അനുഭവമാണ് ദൗത്യം പൂർത്തീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത്. സ്തോത്രം. അത് വെല്ലുവിളി നിറഞ്ഞതാണ്, അത് പരിഹാസങ്ങൾ നിറഞ്ഞതാണ്. ഹല്ലേലൂയ. അത് നിന്ദകൾ നിറഞ്ഞതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ്. ഒരുപക്ഷെ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി എത്രയോ വില അതിൻ്റെ പിന്നിൽ കൊടുത്തെങ്കിൽ മാത്രമേ ദൈവം ആരാണ് നിയോഗിച്ചിരിക്കുന്ന വ്യക്തി ആഗ്രഹിക്കുന്ന പോലെ അതിനെ ചെയ്തെടുക്കുവാൻ കഴിയുള്ളൂ. സ്തോത്രം. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഉദയ്പൂർ സിറ്റിയിൽ നിന്ന് 50 കിലോമീറ്റർ മാറി ആദിവാസിയുടെ ഞങ്ങളൊരു വെല്ലുവിളി ഏറ്റെടുത്ത് ഞങ്ങൾ ഇന്ന് വരെ 13 വർഷം ഞങ്ങൾ അവിടെ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അപ്പോൾ ദൈവത്തിന് ഞങ്ങളോട് ഇങ്ങനെയാണ് പഠിപ്പിച്ചത്. ദൈവത്തിന് ഒരു വ്യക്തിയെ ആവശ്യമുണ്ടെങ്കിൽ ദൈവം ആ ആവശ്യം നിറവേറ്റുവാൻ സ്വർഗം നിന്നെ അയക്കും. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ് ദൈവം നമ്മെ അയക്കുന്നത്. സ്തോത്രം. അവിടെ ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ് ദൈവം നമ്മെ അവിടെ എഴുന്നേൽപ്പിക്കുന്നത്. സ്തോത്രം. ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ് ദൈവം നമ്മെ നിർത്തുന്നത്. ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ് ദൈവം നമ്മെ ശക്തീകരിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ ആ ദൗത്യം ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയുമോ? സ്തോത്രം. അവിടാണ് ദൈവീയ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. വാക്യത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്ന ദൈവം അവനെ ഏറ്റവും എന്ത് ചെയ്ത് ഹല്ലേലൂയ. അങ്ങനെങ്കിൽ നാം ചില ദൗത്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മെ കൈവിടുകയില്ല. അവൻ നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. അവൻ നമ്മെ മാനിക്കുന്ന ദൈവമാണ്, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരുപക്ഷെ എത്രയോ വേദനകൾ നിറഞ്ഞിരിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയി. ഹല്ലേലൂയ. ഇതാ യേശു ക്രിസ്തു ഭൂമിയിൽ കടന്നു വന്ന് അവൻ ജനിച്ച അന്ന് മുതൽ അവൻ വെല്ലുവിളി നേരിടുകയാണ്. സ്തോത്രം. അവൻ എന്ന് ജനനം ഹല്ലേലൂയ ഈ ഭൂമിയിൽ പിറന്നു വീണോ അന്ന് മുതൽ ഹല്ലേലൂയ അവന് വെല്ലുവിളി കടന്നു വന്ന്. എന്നാൽ സ്നാനപ്പെട്ട് അവൻ വെള്ളത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സ്വർഗം എഴുന്നേറ്റ് വന്ന് വിളിച്ചു പറയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ചെവി കൊടുപ്പിനെന്ന്. അവിടം തൊട്ട് ആരംഭിച്ച ദൈവിക ശുശ്രൂഷയും ദൈവിക അധികാരത്തിന്റെ ശുശ്രൂഷ ഓരോ ദിവസങ്ങളും യേശു ചെയ്യുമ്പോൾ അവന് ചുറ്റും വെല്ലുവിളി ഉണ്ടായിരുന്നു. സ്തോത്രം. അവനെ തകർത്ത് കളയുവാൻ, അവനെ ഇല്ലാതാക്കുവാൻ, അവനെ ശൂന്യമാക്കി കളയുവാൻ, ഹല്ലേലൂയ അവനെ തുടച്ചു കളയുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങൾ അവന് ചുറ്റും നിൽക്കുകയാണ്. എന്നാൽ ദൈവം ഏത് ദൗത്യം യേശുവിന്മേൽ നൽകിയോ അത് പൂർത്തീകരിക്കുന്നിടം വരെ യേശു അവരുടെ നടുവിൽ കൂടെ നടന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയാണ്. സ്തോത്രം. അങ്ങനെങ്കിൽ ഹല്ലേലൂയ ദൈവം ചില ദൗത്യങ്ങൾ നമ്മുടെ കരങ്ങൾ നൽകുമ്പോൾ സ്തോത്രം, ഏത് വെല്ലുവിളികൾ കടന്നു വന്നാലും, ഏത് പ്രതികൂലങ്ങൾ കടന്നു വന്നാലും ഒരു ശത്രുവിനെ നിന്നെ തൊടുവാൻ കഴിയില്ല, ഒരു പിശാചിനെ നിന്നെ സ്പർശിക്കുവാൻ കഴിയില്ല, ഒരു ദുഷ്ടനെ നിന്നെ നോക്കുവാൻ കഴിയില്ല. അവരുടെ നടുവിൽ കൂടെ ഇതാ നിന്നെ ബലത്തോടെ നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവിക ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ആ ദൈവിക കൃപ നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആ ദൗത്യം ഏറ്റെടുത്ത് യേശു ചെയ്ത ഈ യേശുവിനെ പോലെ മറ്റൊരു വ്യക്തി ലോകത്ത് നമുക്ക് കാണുവാൻ കഴിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവൻ തൻ്റെ അവസാന നിമിഷത്തിലേക്ക് യേശു കടന്നു പോകുമ്പോൾ നാം കാണുന്ന ദൗത്യം ഏറ്റെടുത്ത് യേശു കടന്നു പോകുന്ന ആ യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയുമ്പോൾ ഹല്ലേലൂയ അവൻ തൻ്റെ വാക്കുകൾ കൊണ്ട്, തൻ്റെ പ്രവർത്തികൾ കൊണ്ട്, തൻ്റെ അനേക അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തെടുത്ത കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക്, അവസാനത്തിലേക്ക് നമുക്ക് അവിടെ കാണാൻ വഴിയാണ്. എന്താണ്? ദൈവരൂപത്തിലിരിക്കെ, അതൊന്നുകൂടെ വായിച്ചേ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന്. സ്തോത്രം. ഈ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിലോ? സ്തോത്രം. 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 നമ്മളെന്ന് ഭാവിച്ചു നോക്കി, യേശു നമ്മയാണ് തിരഞ്ഞെടുത്ത് നമ്മളെ ഇങ്ങോട്ട് വിട്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം തണ്ടും തടിയും ഉണ്ടായിരുന്നു. ഇച്ചിരി വിദ്യാഭ്യാസം കൂടിപ്പോയാൽ അതിൻ്റെ തണ്ടും തടിയും, ഇച്ചിരി പണം കൂടിപ്പോയാൽ അതിൻ്റെ. സ്തോത്രം. എന്താ സ്തോത്രം പറയാത്ത? ഞാൻ സത്യമായ കാര്യമല്ലേ പറയുന്നത്, ഇല്ലേ പാഷങ്ങളെ? ഇച്ചിരി ഡിഗ്രി ഡോക്ടറേറ്റ് എടുത്തു കഴിഞ്ഞാൽ പുള്ളി ഡോക്ടറിൻ്റെ പേരും പറഞ്ഞെന്ത് ചെയ്യണം, വലിയ തണ്ടും തടിയും കാണിക്കും. ഇനി പണം ഉണ്ടെങ്കിലും പുള്ളി വലിയ കുടുംബത്തിൽ നിന്ന് വന്നയാന്നുള്ള. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവോ ദൈവരൂപത്തിൽ അവൻ്റെ വാക്കുകളുടെ ശക്തി, അവൻ്റെ നോട്ടത്തിൻ്റെ ശക്തി,
അവനെ ടച്ച് ചെയ്യുമ്പോൾ, അവൻ്റെ വസ്ത്രത്തിന്മേൽ തൊടുമ്പോൾ ശക്തി പുറപ്പെടുകയാണ്. സ്തോത്രം. നമ്മൾ ബുദ്ധികൾ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ അവൻ്റെ എല്ലാ മണ്ഡലങ്ങളും ഇത്രമാത്രം പവർ അകത്തിരിക്കുകയാണ്. എന്നാൽ പുറമെ ഒരു മനുഷ്യന്, നമ്മളെപ്പോലൊരു മനുഷ്യനായി യേശു മുന്നിൽ നിൽക്കുന്നു. സ്തോത്രം. അപ്പോൾ ആ ദൈവരൂപത്തിലെ ഇരിക്കെ അവനെന്താണ്? അത് ആ സമത്വം മുറുകെ പിടിക്കാതെ അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സ്തോത്രം. നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അതിനെന്താണെന്നറിയാമോ? ചില വിടുതൽ നൽകുവാൻ, ദൈവിക സമാധാനം നൽകുവാൻ, ദൈവിക അനുഗ്രഹങ്ങൾ നൽകുവാൻ, ദൈവിക ആശ്വാസം നമ്മുടെ ജീവിതത്തിന്മേൽ, നമ്മുടെ കുടുംബത്തിന്മേൽ സ്വർഗം നൽകുവാൻ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടി, ദൈവത്തോട് ചേർത്ത് നിൽക്കുവാൻ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മെ ആകർഷിക്കുവാൻ, കൊണ്ടുവരുവാൻ, ഇത് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു താണ ലോകത്തേക്ക് ഇറങ്ങി വന്നു എങ്കിൽ, സ്തോത്രം, ആ യേശുവിൽ കൂടെ നമ്മുടെ ജീവിതത്തിന്മേൽ ചില വിടുതലുകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ കഴിയും. സ്തോത്രം. ആ വചനമായിരിക്കുന്ന യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇത് നമ്മുടെ മേൽ വെളിപ്പെടുകയാണ്, നമ്മുടെ ഹൃദയത്തിന്മേൽ വെളിപ്പെടുകയാണ്. സ്തോത്രം. യേശുവിന് അസാധ്യമായ ഒരു കാര്യമില്ല, യേശുവിന് അസംഭവമായ ഒരു കാര്യമില്ല. നാം നിരാശപ്പെടുന്ന, നാം ഭാരപ്പെടുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തി തീർച്ചയായും നമ്മുടെ മേൽ വെളിപ്പെടുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ ദൗത്യം ഏറ്റെടുത്ത് അവിടുത്തെ അവസാന നിമിഷത്തിലേക്ക് ഇതാണ് അവനെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇതാ യേശു സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, യേശു, ഹല്ലേലൂയ, ഇതാ പിതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ക്രൂശിലെ മരണത്തോളം ഇത് സകലതും നിവർത്തിയായി. സ്തോത്രം. സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ചു കൊടുക്കുന്ന യേശുവിനെ കാണുവാൻ കഴിയാണ്. സ്തോത്രം. ഇതാണ് ദൗത്യത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ യേശുവിന്റെ ക്രൂശീകരണ നിമിഷത്തിൽ, ഹല്ലേലൂയ, 2 പോയിന്റുകൾ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഇരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കും. ഒന്ന്, യേശു ക്രൂശീകരണത്തിന്റെ ആ നിമിഷത്തിന് മുന്നിൽ യേശുവിനോട് കൂടെ നടന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ശിഷ്യന്മാരിൽ ഒരുവനാണ് യൂദാസ് എന്ന് പറയുന്നത്. സ്തോത്രം. ആര്? യൂദാസ്. നമ്മളെല്ലാം യൂദാസിനെ കുറിച്ച് കേൾക്കാറുണ്ട്, പ്രസംഗം അവിടെ ഇവിടെയൊക്കെ കേൾക്കാറുണ്ട്, നമ്മൾ പഠിക്കാറുമുണ്ട്. സ്തോത്രം. എന്നാൽ എൻ്റെ ചിന്തയിലേക്ക് കടന്നു വന്ന ചില ചിന്തകൾ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത, ഒറ്റിക്കൊടുത്ത ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? യൂദാസ് എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ ഭാവനയാണ്, എൻ്റെ ചിന്തയാണ്, ഈ യൂദാസ് എന്തുകൊണ്ടാണ്, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറയുവാനുണ്ടെങ്കിൽ പോലും, എന്തുകൊണ്ടാണ് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തത്? നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എൻ്റെ ചിന്തയാണ്, ഒരു പക്ഷേ യേശുവിനോട് കൂടെ നടന്ന ഈ ശിഷ്യന്മാരിൽ യേശു എന്തെല്ലാം ചെയ്യുന്ന സകല പ്രവർത്തികളും വ്യക്തമായി അറിയാവുന്നവരാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ മൊത്തം. അവർക്കെല്ലാം അറിയാം യേശു എന്ത് ചെയ്യുന്നു, യേശു എന്ത് പ്രവർത്തിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, എല്ലാ മണ്ഡലങ്ങളും എല്ലാ പ്രവർത്തികളും അത്ഭുതങ്ങളെല്ലാം ചെയ്യുകയാണ്. സ്തോത്രം. യേശു ചെയ്ത സകല വീരപ്രവർത്തികൾക്കും ആർക്കറിയാം? യേശുവിൻ്റെ ശിഷ്യന്മാർക്കറിയാം. അതുപോലെ ആർക്കും അറിയാം? യൂദായ്ക്കും അറിയാം. സ്തോത്രം. ഒരു പക്ഷേ അവൻ്റെ ഹൃദയത്തിൽ വന്ന ചിന്തകളായിരിക്കാം, ഞാൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുമ്പോൾ, കാണിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ പോക്കറ്റിൽ എന്താ ലഭിക്കും? പൈസയും കിട്ടും. യേശു അവർ പിടിച്ചുകൊണ്ട് പോയി അവിടെ ചെന്ന് വിസ്തരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ അവൻ അതെല്ലാം പൊട്ടിച്ചെന്ത് ചെയ്യും? അവൻ പുറത്ത്. കാരണം അവൻ ആരാ? യൂദാസിന് അറിയാം അവൻ ആരാണെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. യൂദാസിന് അറിയാം അവൻ ആരാണെന്ന്. സ്തോത്രം. ഇത്രയും നാളത്തെ പരിചയം കൊണ്ട് യേശുവിനെ തിരിച്ചറിഞ്ഞവനാണ് യൂദാസ്. സ്തോത്രം. എന്നാൽ തൻ്റെ ചിന്തകൾക്കപ്പുറമായി, സ്തോത്രം, താൻ എന്താണ് വിചാരിച്ച, താൻ എന്താണ് ചിന്തിച്ച ആ ചിന്തകൾക്കപ്പുറമായി അവിടെ എന്ത് സംഭവിച്ചു? യേശുവിനൊന്നും സംഭവിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഒരുപക്ഷെ നിരൂപിച്ച നിരൂപണങ്ങൾ ഇപ്രകാരമായിരിക്കാം. യേശു അവരുടെ ഇടയിൽ നിന്ന് മുൻ സമയങ്ങളിൽ എങ്ങനെ യേശു രക്ഷപ്പെട്ടു പോയിരിക്കുന്നു, അതുപോലെ ഈ നിമിഷം യേശു അവരുടെ ഇടയിൽ നിന്ന് പുറത്തു വരുമെന്ന് യൂദാസ് ചിന്തിച്ചു കാണാം. എന്നാൽ അവൻ്റെ ഭാവങ്ങൾക്കും അവൻ്റെ ചിന്തകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് യേശു ഒരിക്കലും എന്ത് ചെയ്തില്ല? അവരുടെ ഇടയിൽ നിന്ന് പുറത്തു വന്നില്ല. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ടാണ് യേശു യൂദാസ് ചെന്ന് തൻ്റെ പണം അവിടെ എറിഞ്ഞു കളഞ്ഞിട്ട് പറയാണ്, ഞാൻ കുറ്റമില്ലാത്തതിന് എന്ത് ചെയ്തു? കാണിച്ചു കൊടുത്തിരിക്കുന്നു. സ്തോത്രം. ഈ പശ്ചാത്താപം വരുവാൻ കാരണമെന്താണ്? അവൻ ചിന്തിച്ച ചിന്തകൾക്ക് അപ്പുറമായിട്ടാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം പിതാവിൻ്റെ ഇഷ്ടം. ഹല്ലേലൂയ.
യൂദാസേ, നിന്റെ ഇഷ്ടമല്ല അവിടെ നടക്കുന്നത്. ഒരുപക്ഷെ മുൻകാലങ്ങളിൽ യേശു അത്ഭുതം ചെയ്തത് ശരിയാണ്. പക്ഷേ ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് നിന്റെ ഇഷ്ടമല്ല, പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ഒരു യേശുവിനെ അവിടെ കാണുവാൻ കഴിയാണ്. സ്തോത്രം. അങ്ങനെങ്കിൽ ഏത് മനുഷ്യനോ ഏത് വ്യക്തികൾ എന്ത് ചിന്തിച്ചാലും സ്തോത്രം, അവിടെ ദൈവത്തിന്റെ ഇഷ്ടം മാത്രമേ നടക്കുകയുള്ളൂ. സ്തോത്രം. അതിനായി സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു യേശുവിനെ, തൻ്റെ പുത്രനായ യേശുവിനെ അവനെ കാണുവാൻ കഴിയാണ്. അവർ അവനെ കുരിശിച്ചു, ക്രൂശിലെ തൻ്റെ ജീവനെ സമർപ്പിച്ചു കൊടുക്കുന്ന യേശുവിനെ കാണുവാൻ കഴിയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെങ്കിൽ നമുക്കെതിരെ ആര് എത്ര പ്ലാൻ ചെയ്താലും ദൈവത്തിന്റെ പദ്ധതിയെ നടക്കുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. പിതാവിന് എന്താണ് ഇഷ്ടം, പിതാവിന് എന്താണ് പദ്ധതി, അത് തന്നെ നമ്മുടെ ജീവിതത്തിന്മേൽ, നമ്മുടെ കുടുംബത്തിന്മേൽ, നമ്മുടെ സഭമേൽ വെളിപ്പെടുക തന്നെ ചെയ്യുകയുള്ളൂ. സ്തോത്രം. അങ്ങനെങ്കിൽ ഈ സഭമേൽ ദൈവത്തിന്റെ പദ്ധതി നടക്കട്ടെ. സ്തോത്രം. ഒരു മനുഷ്യൻ, ഏത് മനുഷ്യൻ ഹല്ലേലൂയ എന്ത് പദ്ധതി ഒരുക്കിയാലും അതിനെല്ലാം ഹല്ലേലൂയ അതിന്റെ അപ്പുറമായി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഭൂമിയെ നിർമ്മിച്ചവൻ, ഭൂമണ്ഡലങ്ങളെ സൃഷ്ടിച്ചവനായ ദൈവം തന്റെ ആലോചന എത്ര വലുതാണ്, അവന്റെ പ്രവൃത്തി എത്ര വലുതാണ്, അവന്റെ പദ്ധതി എത്ര വലുതാണ്. ആ ദൈവിക പദ്ധതി നമ്മുടെ സഭമേൽ വെളിപ്പെടട്ടെ, നമ്മുടെ വ്യക്തികളുടെ മേൽ വെളിപ്പെടട്ടെ, നമ്മുടെ കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ആ ദൈവ പദ്ധതികൾ ഈ നാളുകളിൽ വെളിപ്പെടേണ്ടത് ആവശ്യമുണ്ട്. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുവാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതി യേശുമേൽ വെളിപ്പെട്ടു. അവൻ തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു പിതാവിൻ്റെ കരങ്ങളിലേക്ക്. സ്തോത്രം. അവൻ അടക്കം ചെയ്തു. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് കടന്നു പോവുകയാണ്. യേശുവിനെ അടക്കം ചെയ്തു 3 ദിവസം കഴിഞ്ഞു. 3-ാം ദിവസം 3 സ്ത്രീകൾ അവൻ്റെ കല്ലറയുടെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. സ്തോത്രം. 3 സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? യേശുവിൻ്റെ കല്ലറയുടെ അടുക്കൽ. ചോദ്യം ഇതാണ്, അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ആർ നമുക്ക് വേണ്ടി നാം ഇന്ന് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചല്ലേ? നാം എന്ത് ചോദ്യം ചോദിച്ചോണ്ടാ ദൈവത്തിലേക്ക് വന്നത്? സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. നാം ഏത് ചോദ്യം ദൈവത്തോട് ചോദിച്ചിട്ടാണ് നാം കടന്നു വരുന്നത്? നമ്മൾ എന്തെല്ലാം വിഷയങ്ങൾ, എന്തെല്ലാം ഭാരങ്ങളൊക്കെ ദൈവരങ്ങൾ സമർപ്പിച്ചിട്ട്, കർത്താവേ ഇതൊക്കെ നടക്കണമെന്നുള്ള 100 കൂട്ടം പ്രശ്നങ്ങൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ സമർപ്പിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദൈവത്തിലേക്ക് വരുന്നത്. എന്നാൽ ഈ സഹോദരിമാർ, അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ആ ലക്ഷ്യം ഇതാണ്. എന്തെന്ന് പറയുന്നത്? യേശുവിനെ. പക്ഷെ ഏത് യേശുവിനെയാണ് കാണേണ്ടത്? ചോദ്യം അതാണ്. മരിച്ചു കിടക്കുന്ന, അവരുടെ ആവശ്യം ഇത്രയേ ഉള്ളൂ. അവരുടെ പ്രശ്നം ഇതാണ്: മരിച്ച് അടക്കം ചെയ്ത് കല്ലറയ്ക്കകത്തിരിക്കുന്ന യേശുവിനെ എന്ത് ചെയ്യണം? യേശുവിനെ. സ്തോത്രം. ആ യേശുവിൻ്റെ ആ ബോഡി ശരീരത്തിൽ, ആ ശരീരത്തിന്മേലാണ് എന്ത് ചെയ്യേണ്ടത്? സുഗന്ധവർഗം പൂശേണ്ടത്. സ്തോത്രം. അപ്പൊ അവരുടെ ആവശ്യം എന്താണ്? ജീവനുള്ള യേശു അല്ല, പക്ഷേ ജീവനുള്ള ഏതെങ്കിലും ശരീരത്തിന്മേൽ എണ്ണ പൂശാണ്ട ആവശ്യമുണ്ടോ? സുഗന്ധവർഗം പൂശേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ അവരുടെ ചിന്ത, യേശുവിൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് പോയി എണ്ണ പൂശണം. അപ്പോൾ അവർ ചോദിക്കുകയാണ്, നമുക്ക് വേണ്ടി ആർ? സ്തോത്രം. നമുക്ക് വേണ്ടി ആർ? ഒരർത്ഥത്തിൽ സഹോദരിമാർ അവിടെ കിടന്ന് അവർ നിസ്സഹരായിരിക്കുന്ന വ്യക്തികളാണ്. അവർക്കൊരിക്കലും ഈ കല്ല്, ഇത്രയും വലിയ കല്ല്, ഇത്രയും വലിയ കല്ല്, ഞാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞ പോലെ, എന്നിട്ട് അവിടെ ഹാലിൽ വലിയ കല്ല് അവിടെ എടുത്ത് വെച്ചിരിക്കുന്നു. 2, അവരുടെ റോമ ഗവൺമെന്റിന്റെ മുദ്ര അവിടെ ലോക്ക് ചെയ്തിരിക്കുന്നു. 2-3 പടയാളികൾ ഇരു സൈഡുമുണ്ട്. അപ്പോൾ ഒരിക്കൽ പോലും മനുഷ്യത്തിൽ അവർക്ക് ചെയ്യുവാൻ കഴിയില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഒരിക്കൽ പോലും അവർക്ക് ആ കല്ലിനെ ഒന്ന് ഉരുട്ടുവാൻ വേണ്ടി ചെറുവിരൽ പോലും അനക്കിക്കൊണ്ട് ആ യേശുവിന്റെ ശരീരത്തിലേക്ക് അവർക്ക് പ്രവേശിക്കുവാൻ കഴിയില്ല. അസാധ്യമായ വിഷയമാ. ഹല്ലേലൂയ. എന്നാൽ അവർ ഒന്നിച്ച് പറയാണ്, നമുക്ക് വേണ്ടി ആരാണ്? എന്നാൽ അവർ ഓടിച്ചെന്ന് ഗുഹയുടെ മുന്നിൽ ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു? പടയാളികളുമില്ല, അവിടെ എന്താണ്? മുദ്രയുമില്ല, ലോക്കുമില്ല, കല്ലും ഉരുണ്ട് മാറ്റിയിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അവർ ആഗ്രഹിച്ചത് ജീവനില്ലാത്ത യേശുവിന്റെ ശരീരമാണെങ്കിൽ സ്വർഗം അവിടെ ദൂതനെ അയച്ച് അവരുടെ മുന്നിൽ നിർത്തിയത് ജീവനുള്ള യേശുവിനെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവർ കടന്നു വന്നത് ജീവനുള്ള യേശുവിനെ കാണുവാൻ വേണ്ടിയാണെങ്കിൽ, പിതാവായ ദൈവമോ ജീവനുള്ള യേശുവിനെ അവിടെ മുന്നിൽ നിർത്തിയെങ്കിൽ, സ്തോത്രം,
ഇന്ന് പകൽക്കാലം ഏത് ഭാരത്തോടുകൂടെ കടന്നു വന്നിരിക്കുന്ന ജീവിതമേ, നമ്മുടെ ഏത് പ്രശ്നമാണെങ്കിലും ഹല്ലേലൂയ, നീ ചിന്തിക്കുന്നതിനപ്പുറമായി നിനക്ക് വേണ്ടി ദൂതനെ അയക്കുവാൻ പോവുകയാണ്. സ്തോത്രം. നീ ഏത് വിഷയത്തിന് വേണ്ടി കടന്നു വന്നോ ആ വിഷയത്തിന് വേണ്ടി ദൈവം തന്നെ ദൂതനെ അയച്ച് ഇന്ന് പകൽക്കാലം നിന്റെ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ പോവുകയാണ്. അവർ എന്ത് ആഗ്രഹിച്ചോ അതിനപ്പുറമായി, അവർ എന്ത് ആശിച്ചോ അതിനപ്പുറമായി സ്വർഗം അവിടെ ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുവെങ്കിൽ, ഓ സഹോദരിമാരെ, നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയില്ല. ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന് അവർ അന്യോന്യം പറഞ്ഞിരുന്ന ആ നിമിഷത്തിൽ സ്വർഗം തന്റെ ദൂതനെ അയച്ച് അവിടെ മുന്നിലുള്ള തടസ്സങ്ങളെ മാറ്റി, സ്തോത്രം, ഓ ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തിയെങ്കിൽ, ഓ ഹല്ലേലൂയ, നാം ദൈവത്തെ സേവിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലെ അസാധ്യമായ പ്രശ്നങ്ങളാണ്. ഒരിക്കലും നടക്കുകയില്ല, ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് നമ്മുടെ ഉള്ളിൽ നാം ചിന്തിക്കുന്ന അനേക വിഷയങ്ങൾ കടന്നു വരട്ടെ. സ്വർഗം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ഇന്ന് പകൽക്കാലം വിശ്വസിക്കുവാൻ കഴിയുമോ? മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നിങ്ങൾ എന്തിന് മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നു? സ്തോത്രം, ഹല്ലേലൂയ. ദൗത്യം പൂർത്തീകരിച്ച യേശുവിനെ ദൈവം, പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദൈവം ചില ദൗത്യം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നാം ചെയ്യുമ്പോൾ ദൈവം നമ്മെ മാനിക്കുവാൻ, ഉയർത്തുവാൻ ദൈവം മതിയായ ദൈവമാണ്. ഞാൻ അവസാന നിമിഷത്തിലേക്ക് കടന്നുവാണ്. ഒത്തിരി വാക്യങ്ങൾ ഇതിനോട് എനിക്ക് ചേർന്ന് വായിക്കാനുണ്ട്, എന്നാൽ എൻ്റെ മുന്നിൽ സമയം തീർന്നിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ കൺക്ലൂഷനിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് അതിൻ്റെ 9 പറയുന്നത്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. അങ്ങനെങ്കിൽ ഹല്ലേലൂയ, ഇതാ ഹല്ലേലൂയ, ദൈവം നമ്മെ ഏറ്റവും ഉയർത്തി. ഹല്ലേലൂയ, നമുക്ക് അനുഗ്രഹങ്ങളും നന്മകളും വിടുതലും തരുവാൻ ദൈവം മതിയാണ്. 1-2 വാക്യങ്ങൾ ഇതിനോട് ചേർന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 2:15 ദൈവം ഏറ്റവും ഉയർത്തിയത്. എഫേസ്യ ലേഖനം 1:20 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ സർവത്തിനും മീതെ തലവനാക്കിയിരിക്കുന്ന കർത്താവ്. സ്തോത്രം, ഹല്ലേലൂയ. എന്താക്കി മാറ്റി? തലവനാക്കി യേശുവിനെ ആര് മാറ്റി? പിതാവായ ദൈവം. കൊലോസ്യർ 2:9-10 അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്, എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും തലവനായ അവനിൽ നിങ്ങൾ എന്താ പരിപൂർണരായിത്തീരും. ആരിൽ? അവനിൽ നമ്മൾ ആരായി മാറേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഒരു വാക്യം കൂടെ, എഫേസ്യർ 1:23, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവിനായി. ഒന്ന് വായിച്ചത്. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന, സ്തോത്രം, അവൻ്റെ ശരീരമാകുന്ന കരങ്ങളെത്തും ദിവസം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പോകും. ആ യേശു നമ്മെ ഏൽപ്പിച്ചിരിക്കുക. അവൻ്റെ ശരീരമായിരിക്കുന്ന സഭയ്ക്ക് അവനിത് നൽകിയിരിക്കുന്നു. സ്തോത്രം. അങ്ങനെങ്കിൽ നാം സേവിക്കുന്ന കർത്താവ് ഉയർത്തെഴുന്നേറ്റവനാ. ഹല്ലേലൂയ. തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചതുമൂലം പിതാവായ ദൈവം അവന് പ്രതിഫലം നൽകി. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ ഇനിയും എടുത്ത് പറയുന്നുണ്ട്, എന്നാൽ അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഹല്ലേലൂയ. യേശുവിനെ യോഹന്നാൻ പത്മോസ്തുബിൽ യേശുവിനെ കാണുകയാണ്. തന്നോട് കൂടെ നിന്ന സമയത്ത് കാണുന്നതിനേക്കാൾ അപ്പുറമായി ഇത് സ്വർഗത്തിലായിരിക്കുന്ന യേശുവിനെ യോഹന്നാൻ ദർശിക്കുന്നു. സ്തോത്രം. അങ്ങനെങ്കിൽ ആ യേശു തൻ്റെ സഭയ്ക്ക് എന്ത് ചെയ്തിരിക്കുന്നു? എല്ലാം നിറവിനായി അവൻ നിറച്ചിരിക്കുന്നു എങ്കിൽ അവൻ നമ്മുടെ മേൽ വ്യാപരിച്ചിരിക്കുന്നു തൻ്റെ ആത്മാവിനാൽ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഈ നാളുകളിൽ ഒരു തീരുമാനം, ഒരു ഹല്ലേലൂയ സമർപ്പണം എടുത്തുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ കഴിയുമോ? കർത്താവെ, നീ എന്നെ ഏതിനായി വിളിച്ചിരിക്കുന്നു? നീ എന്നെ ഏതിനായി നിർത്തിയിരിക്കുന്നു? നീ എന്നെ ഏതിനായി നടത്തുന്നു? ചില ദൗത്യങ്ങൾ സ്വർഗം നൽകുന്നു എങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. ഒരു ചിന്തകളോട് പറഞ്ഞിട്ട് 1 മിനിറ്റ് ഞാൻ നിർത്തിയാണ്. സ്തോത്രം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് റോമിലേക്കുള്ള യാത്രയിൽ ഹല്ലേലൂയ അവൻ പടകിൽ കൂടെ കടന്നു പോകുമ്പോൾ അവനൊരു ലക്ഷ്യമുണ്ട്, അവനൊരു പദ്ധതിയുണ്ട്.
എന്നാൽ അവൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിയാതെ അവരുടെ പടക് തകർന്നു പോകുകയാണ്. അവിടെ കൂടെയുള്ളവർ അവർ അന്യോന്യം കൊന്ന് ഹല്ലേലൂയ ഇത് തകരുവാൻ വേണ്ടി അവരുടെ പ്രാണന് ഹാനികരം സംഭവിക്കുകയാണ്. എന്നാൽ അവർ കടന്നു പോകുന്ന ഹല്ലേലൂയ പടക് തകർന്നു പോയി. ആ കടന്ന ദ്വീപിൽ കടന്നു വന്നപ്പോൾ അവന്റെ കയ്യിൽ ആണിയടിക്കുകയാണ്. സ്തോത്രം. അണലിക്ക് അടിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം വരുമ്പോഴും പറയുകയാണ്, ഇതാ യവൻ പാപിയാണ്, യവൻ ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് ലോകം വിളിച്ചു പറയുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ട്, എന്നെ സേവിക്കുന്നതും എന്റെ ദൈവവും എന്റെ നാഥനുമായ കർത്താവ് കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു, ഇതാ സ്വർഗം വിളിച്ചു പറയാണ്, നിന്റെ പ്രാണന് ഹാനികരം സംഭവിക്കില്ല. നീ യാത്ര ചെയ്യുന്ന മണ്ഡലങ്ങൾ തകർന്നു പോയാലും, നിന്നെ ഏത് വിഷം നിന്നെ തൊട്ടാലും അവയൊന്നും നിന്നെ തകർക്കുവാൻ കഴിയില്ല. ഇത് അവന് മേൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ ദൗത്യത്തിന് വേണ്ടി സ്വർഗം അയച്ചതുപോലെ നമ്മളുടെ മേലും ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. സ്തോത്രം. അതിനായ ദൈവത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പിതാവിൻ്റെ ദർശനത്തിന് വേണ്ടി നാം ചെയ്യുന്നുവെങ്കിൽ ഇത് സ്വർഗം നമ്മെ അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. ഇത് നമ്മെ സഭ ദൈവം മാനിക്കുവാൻ പോവുകയാണ്. സ്തോത്രം. അതിനാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രത്തോളം സമയം തന്നിരിക്കുന്ന പ്രിയ ദൈവാസനും സഭയ്ക്കും എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ലോർഡ്.